ലോകത്തിൽ എവിടെ പോയാലും നമ്മളൊക്കെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഹിന്ദു എന്ന് പറയുന്നവരുടെ ഗൃഹങ്ങളിലൊക്കെ തന്നെ ചെല്ലുമ്പോഴത്തേക്കെന്നെ സ്വീകരിക്കുന്നത് ഒരു ബുദ്ധൻ്റെ പ്രതിമയായിരിക്കും. ഏറ്റവും അധികം ഞാൻ കണ്ടിട്ടുള്ളത് ബുദ്ധൻ്റെ പ്രതിമയാണ്. ഒന്നുകിൽ ലാഫിംഗ് ബുദ്ധ, അല്ലെങ്കിൽ സിറ്റിംഗ് ബുദ്ധ, അല്ലെങ്കിൽ മെഡിറ്റേറ്റിംഗ് ബുദ്ധ, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ബുദ്ധ, ഇങ്ങനെ പല പോസുകൾ. ശരിയായ മാർക്കറ്റിംഗ് രീതികൾ ഇന്നത്തെ രീതി അവലംബിച്ച് നമ്മുടെ വള്ളങ്ങളുടെ മാതൃകകൾ, ആറന്മുള കണ്ണാടിയുടെ ധാരാളം ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. ധാരാളം പേരത് വാങ്ങുന്നുമുണ്ട്. ലോകം മുഴുവൻ പ്രസിദ്ധമാണ്. പക്ഷേ നവീന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കുറേയും കൂടി സമ്പന്നതയിലേക്ക് ഉയരാൻ കഴിയും, ഒരു സംശയവുമില്ല. അതിന് ഇന്നത്തെ ഓൺലൈൻ സംവിധാനങ്ങളെ കുറേയും കൂടി നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ വള്ളങ്ങൾ ലോകത്തിൽ മുഴുവനുള്ള ഗൃഹങ്ങളിൽ സ്വീകരണ മുറിയിൽ ഒരു 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 ക്യൂരിയോ ആയിട്ട് വരുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയണം. അതുപോലെ നമ്മുടെ കണ്ണാടിയൊക്കെ ലോകാത്ഭുതമല്ലേ ഇത്? ലോകാത്ഭുതം, മഹാത്ഭുതം. പക്ഷെ അനന്ത സാധ്യതകളെ നമ്മൾ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ ചിലപ്പോൾ ഈ പ്രസംഗം മതിയാവും യൂറോപ്പെന്നോ അമേരിക്കന്നോ ആർക്കെങ്കിലും ഈ വള്ളം മാതൃക ഉണ്ടാക്കി നമ്പർ 1 മാർക്കറ്റ് ചെയ്യാം. നമ്മൾ അപ്പോഴും മേപ്പിട്ട് നോക്കി നിൽക്കും. തന്മേ മനഃശിവസങ്കല്പമസ്തു എന്നുള്ള മന്ത്രം ഇവിടെ ഏത് കാലത്താണെന്നറിയില്ല, വേദത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മളത് മാർക്കറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ദി സീക്രട്ട് എന്നുള്ള പുസ്തകം ലോകത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകമാണ്. ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം കോടിക്കണക്കിന് ഡോളർ ലാഭമുണ്ടാക്കിയ പുസ്തകമാണ് ദി സീക്രട്ട്. അതിനുശേഷമാണ് ഒരു പരമ്പരയായിട്ട് ഹൗ ടു മേക്ക് മണി, ഹൗ ടു ബി ലീഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളുടെ പരമ്പര വന്നു. എല്ലാം ബെസ്റ്റ് സെല്ലേഴ്സ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ അടിസ്ഥാന ആശയം എന്താ? അടിസ്ഥാന ആശയം ഒന്ന്, എൻ്റെ മനസ്സ് ശുഭസങ്കല്പത്തോടു കൂടിയതാകണം. 2, സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി നടക്കുന്നത്. ഇത് രണ്ടും വേദത്തിൻ്റെ ആശയം. തദൈക്ഷത ബഹുസ്യാം അല്ലെങ്കിൽ സൈക്ഷാഞ്ചക്രേ തുടങ്ങിയ മന്ത്രങ്ങളുടെ അനുവാദം കൊണ്ടാണ് കോടിക്കണക്കിന് സമ്പാദിച്ചത് അവർ. ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സാധ്യതകളെ കണ്ടെത്തുന്നവർക്കേ ജീവിത വിജയമുള്ളൂ. ഇങ്ങനെ സാധ്യതകളെ കണ്ടെത്തി സമ്പന്നരാവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം നേരത്തെ വ്യക്തമായി പറഞ്ഞു, നമ്മുടെ ജനസംഖ്യാ വ്യതിയാനം അത്യപകടകരമായ രീതിയിലേക്കാണ് പോണത്. ഈ പത്തനംതിട്ട ജില്ലയിലുള്ളവരോട്, പ്രത്യേകിച്ച് ഹിന്ദുക്കളോട്, ഒപ്പത്തിനൊപ്പം ക്രിസ്ത്യാനികളോടും ഒരു വാക്ക് നമ്മൾ പറഞ്ഞേ മതിയാവും. ഈ കോട്ടയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഈ പത്തനംതിട്ട പൂർണ്ണമായിട്ട് ജനങ്ങൾ കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലാൻഡിലേക്കോ ഇങ്ങനെ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ഏത് രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാലും പിന്നെ തിരിച്ചു വരുന്നില്ല. വീടുകളുള്ള അതൊക്കെയും വിൽപ്പനയ്ക്ക് വെക്കുന്ന, അങ്ങനെ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ ഇസ്ലാം സമൂഹത്തിൽപ്പെട്ടവർ വാങ്ങിക്കൂട്ടുന്ന അവസ്ഥാവിശേഷമാണ് ഇന്നുള്ളത്. ഈ യാഥാർത്ഥ്യം, അതിൻ്റെ ഗൗരവം കണ്ടില്ലെങ്കിൽ അപകടമാണ്.
നമ്മൾ ഈ പറയുന്നതിൻ്റെ സത്യത്വം മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു പഠനം നടത്തുക, ഒന്ന് സഞ്ചരിക്കുക ജില്ലയിലൂടെ, അപ്പോൾ മനസ്സിലാവും. ഒഴിഞ്ഞ വീടുകൾ കാടി പിടിച്ചത് പിന്നീട് അത് വിൽക്കാൻ നിർബന്ധിതരാകും. കാരണം വിദ്യാസമ്പന്നരായവർ പുറത്തു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ തിരിച്ചു വരും, കാരണം അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടാത്തത് കൊണ്ട്. ബാക്കി യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒക്കെ പോകുന്നവർ അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് കഴിയുന്ന അവസ്ഥയാണ്. പിന്നെ തിരിച്ചു വരുന്നില്ല. ക്രമേണ കുടുംബത്തെ മുഴുവൻ കൊണ്ടുപോവുകയാണ്, സ്ഥലം അനാഥാവുകയാണ്. അവിടെ പോകുന്നവർക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഹൈന്ദവ പ്രസ്ഥാനത്തിന് ദാനം ചെയ്യട്ടെ. എന്തുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ചിന്തിച്ചുകൂടാ? ഏതെങ്കിലും ആശ്രമങ്ങൾക്കോ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കോ സംഘത്തിനോ വിശ്വ ഹിന്ദു പരിഷത്തിനോ ഇന്നതിനെന്ന് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഹൈന്ദവ പ്രസ്ഥാനത്തിന്, ഇല്ലെങ്കിൽ സ്വകാര്യമായി ട്രസ്റ്റുകളും കമ്മിറ്റികളും നടത്തുന്ന ക്ഷേത്രങ്ങൾക്ക് ദാനം ചെയ്യട്ടെ. അല്ലാതെ നമ്മെ നശിപ്പിക്കാനുള്ള രീതികൾ നമ്മൾ തന്നെ അനുവർത്തിക്കുന്ന അവസ്ഥയാണ് വരുന്നത്. ഇത് അപകടകരമായ രീതിയിൽ ജനസംഖ്യാ വ്യതിയാനം കാണുന്നത് കൊണ്ട്, അനുഭവിക്കുന്നത് കൊണ്ട് പറയുകയാണ്. ചില വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടർത്തി മാറ്റി ഈ പ്രസംഗങ്ങളെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഇന്ന് ഞാൻ കാണാനിടയായി, 4 കുട്ടികൾ ഒരു കുടുംബത്തിൽ വേണം, ഒരാളെ സന്യാസിയാക്കണം എന്ന് ചിദാനന്ദപുരി സ്വാമി പ്രസംഗിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ജീവിതത്തിൽ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ ചിദാനന്ദപുരി സ്വാമിക്ക് ഭ്രാന്തായി എന്ന് നിങ്ങൾ വിചാരിച്ചു കൊള്ളുക. കാരണം ഒരാളെ സന്യാസിയാക്കാൻ പറ്റൂല. അത് അസലായിട്ട് അറിയുന്ന ആളാണ് നമ്മൾ. പിന്നെ നമ്മൾ പറയുമോ സന്യാസി ആക്കണം? മറിച്ച് നമ്മൾ പറഞ്ഞത് നല്ല ബുദ്ധിയുള്ള നല്ല വിവരമുള്ള കുട്ടിയെ ഇങ്ങോട്ട് തരൂ, 5 കൊല്ലം കഴിഞ്ഞ് സമാജത്തിലേക്ക് തിരിച്ചു തരാം. സന്യാസിയാക്കണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. സന്യാസിയാക്കാൻ കഴിയില്ല. എങ്ങനെയാ സന്യാസിയാക്കുക? പ്രതിമ ഉണ്ടാക്കൂന്ന് പറയാം, അതുപോലെ സന്യാസിനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് നമ്മളെ കൂട്ടത്തിൽ തന്നെ പെട്ടവർ ആവേശത്തോടു കൂടി ഇടുന്ന പോസ്റ്റുകളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒരു വാചകം അത്രയ്ക്കധികം അർത്ഥാധിക്യത്തോടു കൂടിയാണ് പ്രയോഗിക്കുക. ഭാഷ പഠിച്ചവർ അങ്ങനെയേ പ്രയോഗിക്കുള്ളൂ. ഭാഷ പഠിച്ചവരാണെങ്കിൽ ഒരു പദത്തിൻ്റെ പ്രയോഗം, അതിൻ്റെ നാനാർത്ഥങ്ങൾ ചിന്തിച്ച് എന്തെങ്കിലും ദോഷകരമായ അർത്ഥം വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പഠിച്ചിട്ട് മാത്രമേ ഒരു വാക്ക് പുറത്തേക്ക് വരുള്ളൂ, അല്ലാണ്ട് വരില്ല, ഉറപ്പാണ്. അത് ചിദാനന്ദപുരി സ്വാമിയുടെ കഴിവല്ല, അത് ഗുരുനാഥന്മാർ ഉപദേശിച്ച ശബ്ദശാസ്ത്രത്തിൻ്റെ മഹിമയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കേട്ടിട്ട് ഉടനെ വൈകാരികമായിട്ട് അങ്ങ് കയറ്റും ഫേസ്ബുക്കിൽ. കൈവിട്ടു, എനിക്ക് കൺട്രോളില്ല. പിന്നെ തെറി മുഴുവൻ കേൾക്കേണ്ടത് നമ്മൾ. തെറി കേട്ടാൽ ഒരു പ്രശ്നമില്ല, നല്ലതാണ്. കാരണം എത്ര തെറി കേൾക്കണം അത്രയും പുണ്യമായി കണക്കാക്കുന്ന ആളാണ് നമ്മൾ. കാരണം ഞങ്ങളുടെയൊക്കെ പ്രാരബ്ധത്തിലെ ഗുണാംശങ്ങളും ദോഷാംശങ്ങളും വീതിച്ചെടുക്കാനുള്ളൊരു സംവിധാനം ഈശ്വര നിശ്ചിതമായിട്ടുണ്ട്. അത് നടക്കണം. അത് നടക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാവും. മറിച്ച് നമ്മളോട് പറയാനുള്ളത്, വർത്തമാനകാലത്തിൽ നിങ്ങൾ ഏത് സംഘടനയിൽപ്പെട്ടവരായാലും വേണ്ടതുപോലെ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കണം, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം. പക്ഷേ വികാരത്തോടു കൂടിയല്ല, വിവേകത്തോടു കൂടി. ഓരോ വാക്കിൻ്റെയും, അത് പറയുന്നതായാലും എഴുതുന്നതായാലും, അർത്ഥാനർത്ഥ ദുരർത്ഥങ്ങളെ ചിന്തിച്ചിട്ട് മാത്രമേ പ്രചരിപ്പിക്കാവൂ. സോഷ്യൽ മീഡിയ നല്ലപോലെ ഉപയോഗിക്കണം. ഇന്ന് മുത്തശ്ശന്മാർക്കൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഉള്ള കാലമാണ്. അതുകൊണ്ട് നല്ലോണം ഉപയോഗിക്കണം. ഇതൊന്നും പിന്നോക്കം പോകരുത്. പക്ഷെ വിവേകത്തോടു കൂടി ആയിരിക്കണം. അത് ശ്രദ്ധിക്കുക. ഇപ്പം സന്താനത്തിൻ്റെ
വിഷയം വളരെ പ്രധാനമാണ്. നമ്മൾ എണ്ണത്തിൽ പിന്നോക്കം പോയാൽ അപകടകരമായ അവസ്ഥയിലേക്കാണെന്നുള്ളത് അറിഞ്ഞ് നമ്മുടെ സംഘടനകളിൽ അറിയിക്കണം. അതുപോലെ സംഘടിതമായി നിലനിൽക്കണം. സംഘടിതമായി സംഘടനാബലം പോയാൽ എല്ലാം പോയി. ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏത് സമുദായത്തിൽ അഭിമാനിക്കുന്നുണ്ട്, അഭിമാനിച്ചോളൂ. ഹിന്ദുവാണെന്നുള്ള പൊതു അധിഷ്ഠാനം വിസ്മരിക്കാതെ ആ ഹൈന്ദവ ബോധത്തെ സമാജത്തിൽ ശക്തമായി പകരുന്നതിന് കേരളത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ ഹിന്ദുമത പരിഷത്ത് നടക്കുന്ന സ്ഥലമാണ് ഈ ജില്ല. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നമുക്കൊക്കെ അറിയാം. അതുപോലെ അനേകമുണ്ട് ഇവിടെ ഈ പത്തനംതിട്ട ജില്ലയിൽ, അനേകമുണ്ട്. ഇത്രക്കേറെ ഹൈന്ദവ സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. പത്തനംതിട്ട, കോട്ടയം, ഒരു പക്ഷേ ആലപ്പുഴയുടെ കുറച്ച് ഭാഗം. ഞാൻ തന്നെ അത്രക്കധികം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഏത് ജില്ലയിലാണെന്നൊന്നും ശരിക്കും അറിയില്ല. എങ്കിലും ഈ പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും അധികം ഹിന്ദു കൺവെൻഷനുകൾ നടക്കുന്നത്. പക്ഷേ നമ്മൾ നല്ലപോലെ ആത്മപരിശോധന ചെയ്യേണ്ട കാലം കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും അവിടെയൊക്കെ കടകളിൽ സാധനം വാങ്ങാൻ തിക്ക് കൂട്ടുന്ന ആളുടെ അത്ര പോലും കേൾക്കാൻ ആളുകൾ ഉണ്ടാവാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിന് നമ്മുടെ ചെറുപ്പക്കാരെ കുറ്റം പറയരുത്, മൂല്യച്യുതി സംഭവിച്ചു എന്ന് പറയരുത്, നമ്മുടെ കുട്ടികൾക്ക് ആചാരരാഹിത്യം പറയരുത്. പകരം ഉത്തരവാദിത്തം മുതിർന്ന തലമുറ ഏറ്റെടുക്കണം. കുട്ടികൾക്കൊരു കുഴപ്പമില്ല. നമ്മുടെ മക്കൾ നമ്മളെക്കാൾ എത്രയോ മികച്ച ബുദ്ധിയുള്ളവരാണ്. നമ്മളെക്കാൾ എത്രയോ മികച്ചവരാണ് നമ്മുടെ മക്കൾ. മറിച്ച് അവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധന ഓരോ വ്യക്തിയും നടത്തണം. ഏതായാലും ദീർഘമായി വിഷയാന്തരങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മറ്റെല്ലാ സ്ഥലങ്ങളിലും കൂടുതൽ സമയം നമ്മൾ സംവാദത്തിനായിരുന്നു വെച്ചത്, ഏകപക്ഷീയമായ പ്രസംഗത്തിനല്ല. പക്ഷേ ഇവിടെ നമ്മൾ തുടങ്ങാൻ തന്നെ സമയം 11 മണിയായിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും 10 മണിക്കായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മധ്യപ്രദേശം കുറച്ച് പ്രശ്നത്തിലായിരിക്കും. അപ്പോൾ ഉത്തർപ്രദേശം പ്രവർത്തിക്കില്ല. ഉത്തർപ്രദേശം നേരെയാവണമെങ്കിൽ മധ്യപ്രദേശം നേരെയാവണം, അല്ലേ? അല്ലാണ്ട് ഉത്തർപ്രദേശിനെ നേരെയാക്കാൻ നോക്കരുത്. ആദ്യം മധ്യപ്രദേശിനെ നേരെയാക്കണം, എന്നാലേ ഉത്തർപ്രദേശ് നന്നായി പ്രവർത്തിക്കൂ. പിന്നെയല്ലേ ഉത്തരാഖണ്ഡുള്ളൂ. അങ്ങനെയാ കടപ്പ്. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നത് പാതകമാണ്. ഏറ്റവും വലിയ ബോധം ഔചിത്യബോധമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്നിവിടെ സംശയ നിവാരണത്തിന് ചോദ്യോത്തരങ്ങൾക്ക് അവസരം ഇല്ലാതാക്കുന്നു. തൽക്കാലം ഉപസംഹരിക്കുന്നു. സന്തോഷം. വലിയൊരു ജനാവലിയല്ല ഈ സമ്മേളനത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, മറിച്ച് ഓരോ ജില്ലയിലെയും നേതൃത്വമാണ്. വൈകുന്നേരം പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കഴിഞ്ഞ ജില്ലകളിലൊക്കെ വലിയ ജനാവലിയുടെ പങ്കാളിത്തമുണ്ടായിരുന്നു, വിശേഷിച്ച് വടക്കൻ കേരളത്തിൽ. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലൊക്കെ പങ്കെടുത്തവർ എത്ര ആയിരമെന്ന് തിട്ടപ്പെടുത്താൻ വയ്യ, അത്രയ്ക്കായിരുന്നു. അതും ആവേശോജ്വലമായിട്ട്. പക്ഷേ സത്യസന്ധമായൊരു വിലയിരുത്തൽ നടത്തിയാൽ എറണാകുളത്തിന് ഇങ്ങോട്ട് എന്തോ ഒരു തണുപ്പ്, ഞങ്ങളിതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളൊരു എന്തോ ഒരു ഭാവം നമ്മുടെ സമാജത്തിലുണ്ടോ എന്ന് സംശയം
തോന്നുന്നുണ്ട്. ഇത് പൊതുവേദി പറയില്ല, നിങ്ങളോട് പറയുകയാണ്. അതിൻ്റെ പരിണാമങ്ങളും ഉണ്ട്. ഈ വർഷം തന്നെ ഈ ആറന്മുള പ്രസിദ്ധമാണല്ലോ ഇവിടുത്തെ വള്ളംകളിയും സദ്യയും. ഭഗവാന് നേദിക്കുന്നതിന് മുമ്പ് മന്ത്രിക്ക് നേദിച്ചു. എവിടെ എത്തി നമ്മൾ? എത്ര പേർക്ക് വേദനിച്ചു? ചിന്തിക്കുക. വേദനിച്ച് ദുഃഖിതരായിരിക്കുകയല്ല വേണ്ടത്. കാരണം നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് സ്വന്തം കർത്തവ്യം മറന്ന് ആയുധം താഴെ വെച്ച് നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടിയ അർജുനനെ ഉദ്ബോധിപ്പിച്ച ഭഗവാന്റെ സന്നിധിയിലാണ്. അത് നമ്മൾ മറന്നുപോയി. കൃപയാവിഷ്ടം അശ്രുപൂർണാകുലക്ഷണം വിഷീദന്തം എന്നൊക്കെയാണ് വ്യാസഭഗവാൻ ആ അർജുനനെ വിശേഷിപ്പിച്ചത്. അവൻ ആരാ? വില്ലാളി വീരനാണെന്ന് മാത്രമല്ല, സാക്ഷാൽ പരമശിവനോട്, കിരാതമൂർത്തിയോട് എതിരിട്ട് സമം പിടിച്ചു നിന്നവനാണ്. അങ്ങനെ പാശുപതം നേടിയവനാണ്. അങ്ങനെയുള്ള അർജുനൻ നിറഞ്ഞ കണ്ണുകളുമായി എന്നെ ഒന്നിനും കൊള്ളില്, അജ്ഞാനിയാണ്, ഇനിയിപ്പോൾ വിവരമില്ലാത്ത അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയ അത് സഹിക്കാൻ ബാധ്യസ്ഥനാണ്. ആവർത്തിക്കുന്നു, വിവരമില്ലാത്ത അവർ വല്ലതും കാട്ടിക്കൂട്ടിയ സഹിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെയൊന്നും അർജുനൻ പറഞ്ഞിട്ടില്ല സ്വാമി. പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായം ശ്രദ്ധയോടുകൂടി പഠിക്കുക. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭി പാപാദസ്മാ നിവർത്തിതും എന്ന് പറഞ്ഞാൽ അത് തന്നെയാ മലയാളത്തിൽ അർത്ഥം. നമ്മളൊക്കെ സഹിക്കേണ്ടവരല്ലേ? എന്ത് നമ്മളെ തലക്കിട്ട് കയറിയാലും നമ്മൾ സഹിക്കേണ്ടവരല്ലേ എന്ന് ചോദിച്ച് നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി ഇരുന്ന അർജുനനെ നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വത്പ്രസാദാത്മയാച്യുത, എൻ്റെ മോഹം നഷ്ടമായിരിക്കുന്നു, എനിക്ക് കർത്തവ്യതാബോധം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നും പറഞ്ഞ് അമ്പും വില്ലും എടുക്കാൻ പ്രേരിപ്പിച്ച ഉപദേശം നൽകിയ ഭഗവാനെ പൂജിക്കുന്ന നമുക്ക്, ഭഗവാന് നേദിക്കുന്നതിന് മുമ്പ് മന്ത്രിക്ക് നേദിച്ചത് കണ്ടിട്ടും ഒരു പരിവർത്തനം ഇല്ലെങ്കിൽ നിങ്ങളോട് കടലിൽ പോയി ചാടാൻ പറയാൻ വയ്യ. കാരണം ഇവിടെ കടൽ തീരം ഇല്ല എന്നാ മനസ്സിലാക്കിയത്. ഉണ്ടോ? കടൽ തീരം ഉണ്ടോ? ഇല്ല. ആറിൽ പോയിട്ട് ചാടിയിട്ട് കാര്യമില്ല. അത് പരിശുദ്ധ പോയ കുളിച്ചാൽ. പമ്പയെ കുളിച്ചാൽ പാപങ്ങളൊക്കെ നീങ്ങി പരിശുദ്ധരാകും. അത് വേണ്ട. കുറച്ച് ദൂരം സഞ്ചരിച്ചാലും കുഴപ്പമില്ല, നീണ്ട കടലുണ്ട്, അവിടെ പോയി ചാടി ചാവുന്നതാണ് നല്ലത്. ഒരു പ്രശ്നമില്ല, നമുക്കൊരു വേദനയില്ല. നമ്മുടെ സമാജത്തിൻ്റെ അവസ്ഥ എവിടെ എത്തിയിരിക്കുന്നു? ഏതൊരു മൗഢ്യത്തിലേക്ക് നമ്മൾ അകപ്പെട്ടിരിക്കുന്നു? തത്വമസിയും അഹംബ്രഹ്മാസ്മിയും പറയേണ്ടുന്ന ജിജ്ഞാസുക്കളുടെ മുമ്പിൽ അത് പറയണം, അത് ഉപദേശിക്കണം. പക്ഷെ ധർമ്മകുശലരായി തൻ്റെ ഇടത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടുന്ന സമാജത്തിൻ്റെ മുമ്പിൽ ആ കരുത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് ആചാര്യന്മാർ തന്നത്. ധർമ്മോപദേശം കഴിഞ്ഞേ വേദാന്തോപദേശമുള്ളൂ. അല്ലെങ്കിൽ മൂഢതയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നവരാകും. ലോകത്തിൽ ഏറ്റവും അധികം തീർത്ഥാടകർ ഒന്നിച്ച് ഒരിടത്ത് വരുന്നത് ശബരിമലയിലാണ്. ആ ശബരിമലയിൽ ഞാൻ സ്കൂളിൽ പോകുന്ന സന്യാസത്തിനൊക്കെ മുമ്പ്, എത്രയോ മുമ്പ്,
സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ശബരിമലയിലെത്തി. അതിനുശേഷം എത്ര പ്രാവശ്യം പോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ആദ്യം പോയ സ്മൃതിയാണ് ഇപ്പോഴും ഉള്ളത്. അതിനുശേഷം എത്രയോ പ്രാവശ്യം പോയി. പക്ഷെ ആദ്യം പോയ സ്മൃതി അവിടെ വിരിവെച്ച് കൂട്ടമായി ശരണം വിളിച്ച് അവിടെ താമസിച്ച്, അതിനു മുമ്പ് ഒരിക്കലും മറക്കാത്ത പമ്പാസ്നാനവും പമ്പാസദ്യയും അതിൽ പങ്കെടുത്ത് ആ വിധി വെച്ചെടുത്തുനിന്ന് ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ പോയി ഉരൽക്കുഴി തീർത്ഥത്തിൽ കുളിച്ച് ആ ഒരു സ്മൃതി അത് ജീവിതത്തിൽ മായാത്ത സ്മൃതിയാണ്. ഇന്ന് പമ്പാസദ്യ എടുത്തു മാറ്റപ്പെട്ടു. ഇന്ന് ഭക്തന്മാർക്ക് അവിടെ വിധി വയ്ക്കുന്ന സംവിധാനം എടുത്തു മാറ്റപ്പെട്ടു. അന്ന് വിധി വയ്ക്കുന്നതിന് പണമില്ല. ഭക്തന്മാർക്ക് പോകാൻ വിധി വയ്ക്കാം. അല്ല, ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ വരികയാണെന്ന് ആരും വിഡ്ഢിത്തം പറഞ്ഞേക്കരുത്. കാരണം പ്രത്യക്ഷമായും പരോക്ഷമായും സർക്കാരിന് ഏറ്റവും വരുമാനം, കേരള സർക്കാരിന് ഏറ്റവും വരുമാനം ലഭിക്കുന്ന കാലഘട്ടമാണ് ശബരിമല തീർത്ഥാടന കാലഘട്ടം. വലിയ സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. വിരിവയ്ക്കാൻ ഷെഡ് മാത്രം മതി. 1000 ഷെഡ് അവിടെ ഉണ്ടാക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. അവിടുത്തെ ആരാധനാ വിധാനങ്ങൾ നഷ്ടമായിരിക്കുന്നു. ഭഗവാൻ ഏറ്റവും പ്രത്യേകമായി വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യാൻ പോലും നമുക്ക് അവസ്ഥയില്ല. എവിടുന്നോ ആരോ കോൺട്രാക്റ്റ് അനുസരിച്ച് ഉണ്ടാക്കുന്ന ദ്രവ്യങ്ങൾ പ്രസാദം എന്ന പേരിൽ വാങ്ങിക്കൊണ്ടുവരുന്ന മൂഢന്മാരായി നമ്മൾ തീർന്നിരിക്കുന്നു. ശരണം വിളിക്കുമ്പം വിളിക്കും, നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂര ദീപം സ്വാമിക്ക്, ഇങ്ങനെ പലതും വിളിക്കും. വിളിയൊന്നും നമ്മൾ മറന്നിട്ടില്ല. പക്ഷെ അത് വല്ലതും അവിടെ ഉണ്ടോ? അവിടെ വിരിവെച്ച് ഭക്തനെ ഉപാസിക്കാനുള്ള സംവിധാനം ഉണ്ടോ? അല്ല, സംവിധാനങ്ങൾ മുഴുവൻ തട്ടിയെടുത്ത് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഉള്ള സൗകര്യങ്ങളാക്കി മാറ്റിയോ? അവിടുന്നും വിട്ട് എത്ര കൊല്ലങ്ങളായി ദേവസ്വങ്ങളിൽ ഓഡിറ്റ് നടന്നിട്ട് നമുക്ക് അന്വേഷിക്കണ്ടേ? പണം കൊണ്ട് ഇടുവല്ല ഭണ്ഡാരത്തിൽ. എത്ര കാലമായി ദേവസ്വങ്ങളിൽ ഓഡിറ്റ് നടന്നിട്ട്? ഇനി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കേവലം റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്സിൻ്റെ കണക്ക് മാത്രമല്ല, സമർപ്പിക്കപ്പെടുന്ന ദ്രവ്യങ്ങളടക്കം എത്രയോ പേര് ഹൃദയം നൊന്ത് ഭഗവാനിൽ ഭഗവതിയിൽ സമർപ്പിക്കുന്ന വസ്തുക്കൾ അടിച്ചു മാറ്റുന്ന സ്ഥാപനങ്ങളാക്കി ഇവയെ മാറ്റുമ്പോൾ പ്രത്യക്ഷമായി ഭക്തന്മാർ കാണുന്ന ദ്വാരപാലകനെ പോലും കൊണ്ടുപോകാൻ കള്ളന്മാർക്ക് സാധിക്കുമ്പോൾ പിന്നെയും അവിടെ പോയി പണമിടുന്ന മൂഢന്മാർ അറിവില്ലാ പൈതങ്ങൾ എന്നല്ലാതെ എന്തു പറയും? ചിന്തിക്കുക. അതുകൊണ്ട് നല്ലോണം ശരണം വിളിക്കുക. അറിവില്ലാ പൈതങ്ങളാണ് പൊന്നു ഭഗവാനെ. ഇതേ തോതിൽ പോയി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഈ പോക്ക്? കാരണം
ദേവസ്വങ്ങളിലേക്ക് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന രീതി ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ ചെറിയ ഉദാഹരണത്തിന്, എല്ലാ ജില്ലകളുടെയും റെപ്രസെൻറ്റേഷൻ ദേവസ്വത്തിലേക്ക് മെമ്പറെ തിരഞ്ഞെടുക്കുന്നതിന് വേണമെന്നൊരു സങ്കല്പം നമ്മൾ മുന്നോട്ട് വയ്ക്കുക. 140 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര കോൺസ്റ്റിറ്റ്യുവൻസി, വിശ്വാസവും വിശ്വാസമില്ലായ്മയൊക്കെ പോട്ടെ, നാളെകളിൽ ഹിന്ദുക്കളുണ്ടാവും? ഗൗരവതമമായ ചോദ്യമാണ്. കഴിഞ്ഞ വർഷം സ്കൂളിൽ മൊത്തം അഡ്മിഷൻ നേടിയ കുട്ടികളുടെ 24% മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമുള്ളവരാണ്. മൊത്തം 14 ജില്ലകളിലും വെച്ച് 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടിയ കുട്ടികളിൽ 24% ഒരൊറ്റ ജില്ലയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ, ജനസംഖ്യ അനുപാതത്തിലാണ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ വിഭജനം എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ, നാളെ എത്ര പേരായിരിക്കും ഈ ദേവസ്വങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക? സി അച്യുതമേനോനെ പോലുള്ള മഹാന്മാർ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവായിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തെ എന്തുകൊണ്ട് മഹാനെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ഷേത്രോപാസനയിൽ വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ ദൈവവിശ്വാസിയല്ല, അതുകൊണ്ട് ദേവസ്വത്തിലേക്ക് അംഗത്തെ തിരഞ്ഞെടുക്കാൻ ഞാൻ വോട്ട് ചെയ്യില്ല. അതിൽ നിന്ന് വിട്ടുവന്നു. അതിനുശേഷം, അതിനു മുമ്പ് ഒറ്റ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിട്ടില്ല അത് പറയുന്നതായിട്ട്. ഇങ്ങനെ അപമാനിക്കപ്പെടുന്നൊരു സമൂഹമായി ഇനിയും ഇവിടെ ഹിന്ദു ജീവിച്ചാൽ മതിയോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ പാർത്ഥസാരഥിയുടെ മണ്ണിലിരുന്ന് ചിന്തിക്കുക. ചിന്തിച്ചേ മതിയാവും. ആ ചിന്ത ചില തീരുമാനങ്ങളിലേക്ക് എത്തിക്കണം. ആ തീരുമാനം, നമ്മൾ നായരാണോ ആയിക്കോളൂ, നമ്മൾ ഈഴവരാണോ ആയിക്കോളൂ, നമ്മൾ തീയരാണോ ചെറുമരാണോ പുലയരാണോ പാണരാണോ പറയരാണോ കുറവരാണോ നമ്പീശനാണോ മാരാരാണോ വാരരാണോ ഭട്ടതിരിയാണോ, എന്തോ ആയിക്കോളൂ, ഒരു വിരോധവും ഇല്ല. അത്തരം സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരാണോ ആയിക്കോളൂ, നല്ല രീതിയിൽ ആ പ്രസ്ഥാനത്തെ നടത്തൂ. പക്ഷേ ഹിന്ദു എന്ന തായ്വേരുണ്ടെങ്കിൽ മാത്രമേ ഈ സമുദായങ്ങളൊക്കെ തന്നെ ഉള്ളൂ എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ഹിന്ദു എന്ന തായ്വേരില്ലെങ്കിൽ ഇപ്പറഞ്ഞ സമുദായങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ ഓർമ്മയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. ഇവിടെ ദീർഘമായൊരു ഭാഷണത്തിന് മുതിരുന്നില്ല. നമ്മൾ ഈ ജില്ലയിൽ തുടങ്ങിയത് തന്നെ 1 മണിക്കൂർ വൈകിട്ടാണ്. അതുകൊണ്ട് ദീർഘമായ ഭാഷണത്തിന് പോകുന്നില്ല. പക്ഷെ ഇത് മാത്രം ആവർത്തിക്കും. നിങ്ങൾ ഏത് ജാതി സമുദായ അഭിമാനത്തോട് കൂടിയവരാണോ അതിനെ ഞാൻ എതിർക്കുന്നില്ല, അതൊക്കെ ഉണ്ടാവട്ടെ. പക്ഷേ ഹിന്ദു, ഈ ഹിന്ദു എന്ന തായ്വേരുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ഉള്ളൂ എന്ന തിരിച്ചറിവ്, അത് നമ്മുടെ സംഘടനകളിലൂടെ, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലൂടെ കാണിച്ചു കൊടുക്കാൻ, പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഇതായി ഈ മഹാക്ഷേത്രങ്ങളുടെ ഭൂമിയായിട്ടുള്ള പത്തനംതിട്ടയിൽ ഈ മഹാക്ഷേത്രങ്ങളൊന്നും നമ്മുടേതായിട്ടുണ്ടാവില്ല. നാളെ ഭഗവാൻ രക്ഷിച്ചോളുന്ന ആരെങ്കിലും പറഞ്ഞാൽ ആ മൂഢരോട് ഒന്നും നമുക്ക് പറയാനില്ല. മറിച്ച് നമ്മുടെ ആചാര്യന്മാർ നമ്മോട് പറഞ്ഞു തന്നത്, ധർമ്മയേവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതഃ തസ്മാത് ധർമ്മോ ന ഹന്തവ്യോ മാനോ ധർമ്മോ ഹതോ വധീത്. വളരെ പ്രധാനപ്പെട്ട മനുവിൻ്റെ ഒരു വാക്യമാണിത്. ഹനിക്കപ്പെടുന്ന ധർമ്മം ഹനിക്കുന്നു നമ്മെ, രക്ഷിക്കപ്പെടുന്ന ധർമ്മം നമ്മെ രക്ഷിക്കുന്നു. അതുകൊണ്ട് നശിപ്പിക്കപ്പെടുന്ന ധർമ്മം നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ
മാനോ ധർമ്മോ ഹതോ വധീത്. വല്ലാത്തൊരു വാക്യമാണത്. നിങ്ങളാൽ നശിപ്പിക്കപ്പെടുന്ന ധർമ്മം നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് മനു പറഞ്ഞത്. അവിടുത്തെ പ്ലഗ് പോയിന്റിലേക്ക് ഞാൻ പോയി വിരലിട്ടാൽ ഷോക്ക് അടിക്കുമെന്ന് ഉറപ്പാണ്. ഷോക്ക് അടിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ പോയി വിരലിടാതിരിക്കണം അതിൻ്റെ അർത്ഥം. ആ അഗ്നിജ്വാലയിലേക്ക് ഞാൻ തീയിട്ടാൽ കൈ പൊള്ളുമെന്ന് ഉറപ്പാണ്. യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അഗ്നിജ്വാല സ്പർശിക്കാതിരിക്കണം. ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒരിടത്തും വേറെ ആരോ വന്ന് ധർമ്മത്തെ സംരക്ഷിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യതാ ബോധത്തോടു കൂടി നമ്മുടെ സ്ഥാപനങ്ങളെ, നമ്മുടെ സമുദായങ്ങളെ, നമ്മുടെ ആചരണങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അതുപോലെ പ്രധാനമാണ് ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത വേണം. സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു സമാജവും നിലനിൽക്കപ്പെടില്ല, ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ. അതുകൊണ്ട് നമ്മുടെ തൊഴിൽ മേഖലകളിൽ ബുദ്ധിപൂർവമായി കഠിനാധ്വാനം ചെയ്ത് കൃഷിയിലായാലും കച്ചവടത്തിലായാലും വ്യവസായത്തിലായാലും നമുക്ക് മുന്നേറാൻ സാധിക്കണം. എല്ലാ മേഖലകളിലും ഒന്നിലും പിന്നോക്കം പോകരുത്. കാരണം സാമ്പത്തികമായി താഴേക്ക് പോകുന്നവർ ചവിട്ടി മതിക്കപ്പെടും. അവർ ആശ്രിതരായിരിക്കും, അവർ വിധേയരായിരിക്കും. ഇത് വേദത്തിൻ്റെ സന്ദേശമാണ്. ദരിദ്രരെ സേവിക്കണം, സ്നേഹിക്കണം, പക്ഷെ ദാരിദ്ര്യത്തെ ഉപാസിക്കരുത്. ദുർബലരെ സ്നേഹിക്കണം, സേവിക്കണം, പക്ഷെ ദൗർബല്യത്തെ ഉപാസിക്കരുത്. നമ്മൾ കരുത്തിനെ ഉപാസിക്കുന്നവരാണ്. നമ്മുടെ ദേവീദേവന്മാർ മുഴുവൻ കരുത്തിൻ്റെ മൂർത്തികളാണ്. ഒരൊറ്റയാളും ദുർബലനില്ല.